ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഗീതാ രഹസ്യത്തിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സോ നമ്മുടെ ഈ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം കണ്ടെത്തി ഈ ഒരു സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതിന് നിങ്ങളോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു ആദ്യമായി. സോ നമ്മൾ ഇന്നലത്തെ ദിവസം ഈ ഒരു സെഷൻ ആരംഭിച്ചപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പ്രധാനമായിട്ട് നമ്മളതിൽ 4 ലെസൺസ് ആണ്, 4 പാഠങ്ങളാണ് നമ്മളതിൽ പഠിച്ചത്. സോ ആർക്കെങ്കിലും ആ 4 പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുമോ? ജസ്റ്റ് ഹെഡിങ് മാത്രം പറഞ്ഞാൽ മതി. 4 പാഠങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ഒന്ന് ഹെഡിങ് മാത്രം ഒന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വന്നാട്ടെ. ഹരേ കൃഷ്ണ പ്രഭി. യെസ്, പറഞ്ഞാട്ടെ രുക്മിണി മാതാജി. അറിയാവുന്നത് പറയാം പ്രഭി. അല്ല, 4 പാഠങ്ങൾ, ആ 4 ഹെഡിങ് മാത്രം പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ്. ഹരേ കൃഷ്ണ. ഒന്ന്, ഭഗവാൻ കൃഷ്ണനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം നമ്മൾ അംഗീകരിക്കണമെന്നത് ഒന്നാമത്തെ. ഭഗവത്ഗീത പഠിക്കാനായിട്ട്, ഭഗവത്ഗീത യഥാർത്ഥമായിട്ട് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു തത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
എന്ന് ശില പ്രഭുപാദ് ഇൻട്രൊഡക്ഷൻ പറയുന്നതായിട്ട്. അതാണ് നമ്മുടെ ഇന്നലെ പഠിച്ച നമ്മുടെ ഒന്നാമത്തെ ലെസൺ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തത് എൻ്റെ ജന്മത്തെക്കുറിച്ചോ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ശ്ലോകം. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്താ രണ്ടാമത്തെ പോയിന്റ്? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഭൗതികപരമായി നമ്മൾ എത്ര ധനമോ എത്ര രാഷ്ട്രീയപരമായുള്ള ജ്ഞാനമോ ഉണ്ടെങ്കിലും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. യെസ്, അതായത് മില്യൺസ് ടൈംസ് ബെനിഫിഷ്യൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ രണ്ടാമത്തെ ലെസൺ പഠിച്ചു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മാതാജി. ഓക്കെ, മൂന്നാമത്തേത് എവിടെ ഭഗവാനുണ്ടോ അവിടെ വിജയമുണ്ട്. എവിടെ ഭഗവാനുണ്ടോ അവിടെ വിജയമുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നാലാമത്തെ ലെസൺ പറഞ്ഞോളൂ മാതാജിനെ, പറഞ്ഞോളൂ. ശരണ്യ മാതാജി പറയാൻ ആഗ്രഹിക്കുന്നു, കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞട്ടെ. വീരനും ഭഗവാന്റെ ഭക്തനുമായിട്ടും അർജുനൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. യെസ്, അതിനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരോടും, ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു നോട്ട്ബുക്കും ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പേനയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ ദിവസത്തേക്കാൾ പിന്നീട് ഒരു ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് വളരെ സഹായകരമായിരിക്കും. സോ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു നോട്ട്ബുക്കും ഒരു പേനയും അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്തു വെച്ചിട്ട് ഒന്ന് ചില ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതോടുകൂടി ഈ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ കയ്യിലൊന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ശ്ലോകങ്ങൾ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സന്തോഷം, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒരു സംഗ്രഹം അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് നമ്മൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ആ വിവരങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഒന്ന് ചെറിയ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രധാനമായിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റാണ് നമ്മളൊന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മറ്റു പോയിന്റുകൾ നമ്മൾ സാധാരണ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ശ്രമിച്ചു എന്ന് നമുക്ക് അറിയാം. സോ ഇനി നമ്മൾ അറിയാൻ ഇന്നത്തെ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ 4 ലെസൺസ് ആണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. 4 ലെസൺസ് ആണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് ഗീത എന്നുള്ളതാണ്. GITA. നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ എളുപ്പം. കാരണം കഴിഞ്ഞ ദിവസത്തെ എന്തൊക്കെയാണ് 4 ലെസൺസ് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ സാധിച്ചില്ല. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഗീത എന്ന് പറയുന്നത് GITA. ഈ 4 ലെസൺ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ വരുന്ന വഴിയിൽ കാണും എന്താണ് G എന്ന് പറഞ്ഞാൽ എന്താണ്, I എന്ത്, T എന്ത്, A എന്ത്. രണ്ടാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ മൊത്തം 18 അധ്യായങ്ങൾ അടങ്ങുന്ന ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മഹത് ഗ്രന്ഥത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തില് ഗീതാ സംഗ്രഹ വിഷയം. ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും ഭഗവാൻ ഇവിടെ ഒന്ന് തൊട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഏതാണ്ട് എല്ലാ ഭഗവത്ഗീതയിലെ സബ്ജക്റ്റ് മാറ്റേഴ്സ് നമുക്ക് ഇതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന ഭാഗത്ത് നിന്ന് തന്നെ അർജുനൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ഡിസിഷൻ മനസ്സിലുണ്ടാകാനുള്ള കാരണം, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 11 മുതൽ 30 വരെയുള്ള ഇതില് സാഖ്യ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സാഖ്യ ഫിലോസഫി എന്നുള്ള മറ്റൊരു ഫിലോസഫി നമ്മുടെ ഭാഗവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ സാഖ്യയെ കുറിച്ചുള്ള വിവരണം എന്ന് പറയുന്നത് ഒരു അനലറ്റിക്കൽ സ്റ്റഡിയാണ്. നമ്മളെ ശരീരം, നമ്മൾ ആത്മാവ് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 31 മുതൽ 37 വരെയുള്ള രണ്ടാമത്തെ അധ്യായത്തില് നമുക്ക് സകാമ കർമ്മങ്ങളെ കുറിച്ചിട്ട്, കർമ്മങ്ങൾ നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ
എങ്ങനെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 38 മുതൽ 53 ശ്ലോകം വരെ കർമ്മയോഗത്തെക്കുറിച്ചും ബുദ്ധിയോഗത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നിഷ്കാമ കർമ്മങ്ങൾ അല്ലെങ്കിൽ അൺഅറ്റാച്ച്ഡ് ആയിട്ട് യാതൊരുവിധമായ ആസക്തിയുമില്ലാതെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 54 മുതൽ 72 വരെ ശ്ലോകങ്ങൾ, ഇത് കുറച്ചൊരു വലിയൊരു അധ്യായമാണ്. 72 ശ്ലോകങ്ങളോട് നമുക്കുണ്ട്. സോ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ഥിതപ്രജ്ഞൻ, അതായത് ഒരു മുക്തി കാക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഭഗവാൻ നമുക്ക് അതിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് സമയം കളയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. വൺസ് അഗെയിൻ ഐ റിയലി വുഡ് ലൈക്ക് ടു വെൽക്കം എവറിബഡി. എല്ലാവരെയും ഞാൻ നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷെയർ ചെയ്യുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു ശ്ലോകം, നമ്മൾ അർജുനൻ അമ്പും വില്ലും ഒക്കെ താഴെ വെച്ചിട്ട് എനിക്ക് യുദ്ധം ചെയ്യണ്ട കൃഷ്ണ എന്ന് പറഞ്ഞ അർജുനനെയാണ് നമ്മൾ ഇന്നലത്തെ ദിവസത്തെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. അവിടെ നിന്ന് തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ അധ്യായത്തില് 46 ശ്ലോകത്തിൽ സഞ്ജയ ഉവാച ഏവ മുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപവിശാത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഃ. അപ്പോ അർജുനന്റെ ആ ഒരു വിഷാദ യോഗം എന്നാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര്. നമുക്ക് ഭഗവത്ഗീത എന്ന ഉപനിഷത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ആ വിഷാദമായ പൂർണ്ണനായ അർജുനനെ, അതിവിടെ നമുക്ക് ശ്രീല പ്രഭുപാദർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതൊരു ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് ജീവിതത്തിന്റെ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് ജീവിതത്തില് ഒരു ജ്ഞാന ഉദയം ഉണ്ടാകുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട്. ദയവായിട്ട് എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരുന്നാട്ടെ, സൗകര്യമായിരിക്കും. യെസ്, താങ്ക് യു. സോ ഒരു എൻലൈറ്റൻമെന്റിന് വേണ്ടിയിട്ട്, സോ ഒരു ഹൃദയം വളരെ മൃദുലവും വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ മാരകമായ അല്ലെങ്കിൽ ഉഗ്രകർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണതയില്ലാത്ത ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം ലഭിക്കുന്നതിനുള്ള പക്വതയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥൻ. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്കിനി ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ട ശ്ലോകത്തിൽ പറയുന്ന പോലെ സഞ്ജയൻ ആ അധ്യായത്തിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ധൃതരാഷ്ട്രക്ക് ചെറിയൊരു സന്തോഷം നൽകിക്കൊണ്ടാണ്. കാരണം അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല അതൊരവസ്ഥയാണ്. കാരണം അർജുനൻ മാത്രമാണ്, അർജുനനും ഭീമനും, ഇവർ രണ്ടുപേരാണ് ഒരു ഏറ്റവും മഹത്തരമായ യോദ്ധാക്കളായിട്ട് കരുതിയിരുന്നത്. അതിൽ അർജുനൻ ഗാണ്ഡീവം താഴെ വെച്ച് കഴിഞ്ഞാൽ അത് ധൃതരാഷ്ട്രക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സ്വപ്പം ധൃതരാഷ്ട്ര വിചാരിച്ചു, പാണ്ഡവനിലെ പ്രമുഖനായ അർജുനൻ ഈ തന്റെ ഗാണ്ഡീവം അമ്പും വില്ലും താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവർ തിരിച്ച് വനത്തിലേക്ക് തന്നെ പോകും എന്നൊരു സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് കൊടുത്തത്. എന്നാൽ ആ ധൃതരാഷ്ട്രക്ക് തൻ്റെ ഉള്ളിലുള്ള സന്തോഷത്തെ ഒന്ന് ശമിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയുള്ള ആരംഭമാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ സഞ്ജയൻ അദ്ദേഹത്തിന് നൽകുന്നത്. സഞ്ജയൻ പറയുന്നു ധൃതരാഷ്ട്രരോട്, നിങ്ങൾ ഇത്ര വലിയ ഒരു ആശ കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെ കൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയാണ് നമുക്കിവിടെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് സന്ദേശം നൽകുന്നത്. അപ്പം ഇവിടെ ധൃതരാഷ്ട്ര ആ സന്തോഷത്തിന് ചെറിയൊരു ശമനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ ഇന്നത്തെ പഠിക്കാനുള്ള ഒന്നാമത്തെ ലെസൺ. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ദയവായിട്ട്. നാളെയും ഞാൻ ചോദ്യം ചോദിക്കും. സോ ആർക്കും വിഷമം തോന്നരുത് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരാതിരിക്കരുത്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ആൻസർ പറഞ്ഞില്ല എന്ന് വെച്ച് വിഷമമൊന്നുമില്ല, പക്ഷെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടാകും. സോ അത് തീർച്ചയായിട്ടും എനിക്കത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാനുള്ള ഒരു പ്രേരണയാകും എന്നുള്ളത് വാസ്തവമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ഇന്നത്തെ ലെസന്റെ ഒന്നാമത്തെ പാഠം, ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം ഞാൻ പറഞ്ഞു GITA എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പഠിക്കുന്ന വിഷയം. അതിൽ G എന്ന് പറയുന്ന ഗുരു. നമുക്കൊരു നമ്മൾ എന്ത് കാര്യം പഠിക്കണമെങ്കിൽ നമുക്കൊരു ഗുരു ആവശ്യമാണ്. ഈ അധ്യായത്തില് തുടക്കം സഞ്ജയൻ പറയുന്നതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഭഗവത്ഗീത തുടങ്ങുന്നത് 11ാമത്തെ ശ്ലോകം മുതലാണ് 2ാമത്തെ അധ്യായത്തിൽ. പക്ഷെ ഇവിടെ ഭഗവാൻ 1-2 ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട്. കാരണം അത് അർജുനനെ ഒന്നുകൂടി വിഷമത്തിലേക്കാക്കുകയാണ് ചെയ്യുന്നത്, വിഷാദത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാൻ ഒന്നുകൂടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അർജുനനെ ഒന്നുകൂടി പ്രഷറൈസ് ചെയ്യുകയാണ്. നീ ചെയ്യുന്നത് തീരെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പൊ അതിനുശേഷം 7ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴാണ് തൻ്റെ സുഹൃത്തായിട്ട് താൻ അത്രയും നേരം കരുതിക്കൊണ്ടിരുന്ന ഭഗവാൻ കൃഷ്ണനെ അർജുനൻ തൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നത്. ഒരു ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെ മഹത്വം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഒരു ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കത്തുള്ളൂ. മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ നമുക്കൊരു ഗുരുനാഥന്റെ ആവശ്യമുണ്ട്. അജ്ഞതയെ അകറ്റുന്നവൻ എന്നാണ് ഗുരു എന്ന ഒരു ജനറിക് ടേമിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും യഥാർത്ഥമായിട്ട് ആധ്യാത്മികമായി നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗുരു എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് നോക്കാം ഇനി എന്താണ് പറയുന്നത്. ഭഗവാന് 2ാമത്തെ ശ്ലോകത്തിൽ, 2ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. 3ാമത്തെ ശ്ലോകത്തിൽ ക്ലൈബ്യം മാസ്മമഗമ പാർത്ഥ നൈതത്വയ്യ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇവിടെ പറയുന്നു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. എവിടെ നിന്ന് വന്നു നിനക്ക് ഈ തരത്തിലുള്ള ചിന്താഗതികൾ? നീ എന്റെ സുഹൃത്തു കൂടിയാണ് അർജുന, എന്നിട്ട് നിനക്ക് ഇതെവിടെ വന്നു? എന്നിട്ട് പറയുന്നത് അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്നാണ്. ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചേർഡ് സൊസൈറ്റി എന്നാണ് അർത്ഥം. ഒരു സിവിലൈസ്ഡ് ആൾക്കാരാണ് ആര്യന്മാർ. അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ അൺകൾച്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് രീതിയിലുള്ള ചിന്താഗതി നിനക്ക് എവിടെ നിന്ന് വന്നു അർജുന? ഇത് നിനക്ക് അകീർത്തികരം അർജുന എന്നാ പറയുന്നത്. നിനക്ക് അകീർത്തി മാത്രമേ നിനക്ക് നൽകുകയുള്ളൂ, നിനക്കിത് ശോഭ നൽകുന്ന കാര്യമല്ല അർജുന എന്ന് അർജുനനെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഇത്ര തരം താണ എന്താണ് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. എന്താണ് ഇവിടെ അർജുനനെ ഭഗവാൻ വിളിക്കുന്ന ഒരു പേര് നോക്കുക, ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. എന്നാൽ പൗരുഷമില്ലാത്തവനെ എന്നാണ് അർജുനനെ ഭഗവാനോട് വിളിക്കുന്നത്. അതേ രീതിയിലാണ് നീ സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് അപ്പം അർജുനനെ ഒന്നുകൂടി കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിയിടുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. കാരണം ഭഗവാന് ഒരു ഉദ്ദേശമുണ്ട്. ഭഗവാൻ ഭഗവത്ഗീത പറയണം, പക്ഷെ പറയുന്നതിന് മുൻപ് അതിൽ തന്നെ നമുക്ക് വലിയൊരു തത്വം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിലെ ഓരോ പേജുകളിലും ഓരോ രീതികളിലും ഓരോ താളുകളിലും അല്ലെങ്കിൽ ഓരോ ഇവൻ കൊടുത്തിരിക്കുന്ന പിക്ചറുകളിലും അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലാണെങ്കിലും ഓരോ പേരുകളിൽ പോലും ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പാഠം ആദ്യം ഇപ്പൊ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് ഗുരു എന്ന തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. പല അവസരങ്ങളിലും നമ്മൾ ഒരുപക്ഷെ ചിലർക്ക് ചില അഡ്വൈസസ് കൊടുക്കും. പക്ഷേ
ഒരു അഡ്വൈസ് ഒരാൾ ചോദിക്കാതെ നൽകരുത് എന്നുള്ളൊരു ഉദാഹരണമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ പഠിക്കാൻ. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത്. അതായത് ഒരാളോട് ചോദിക്കാതെ നമ്മളൊരു ഉപദേശം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം ആ ഒരു ഉപദേശത്തിന് യാതൊരു വിധമായ വാല്യൂവും നൽകുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത അർജുനൻ സ്വയം ശരണം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് ഭഗവത്ഗീത പറയാൻ ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ അർജുനനോട് ആ ഒരു കാര്യം പറയുമ്പോൾ പിന്നീട് ഈ 2 ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ പറഞ്ഞ എന്താണ് പറയുക, 2 ശ്ലോകങ്ങൾ അകീർത്തികരം അർജുന എന്ന് പറയുകയും ഇത് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ എന്ന ശ്ലോകം കുതസ്ത്വ കശ്മലമിതം, ഇതെല്ലാം പേര് വിളിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്തില് അർജുനന്റെ സ്ഥാനം മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ആ ചോദ്യം ചോദിക്കുന്നത്. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനനൊരു കർത്തവ്യമുണ്ട്. ആ കർത്തവ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ആ ഒരു കാര്യം പറഞ്ഞത്. എന്ത്? നീ പറയുന്നത് അല്ലെങ്കിൽ വളരെ ആണത്വമില്ലാത്ത രീതിയിലാണ്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, നിന്റെ മനസ്സിനെ വല്ലാതെ അല്ലെങ്കിൽ ഹൃദയത്തിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തൻ്റെ കർത്തവ്യത്തിനെ അർജുനനെ ഓർമ്മിപ്പിക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ ശ്രമിക്കുന്നത്. ഒരു ഡ്യൂട്ടി, ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്. അതായത് നമുക്കറിയാം 4 തരത്തിലുള്ള വർണ്ണങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ എങ്കിലും ഒന്ന് ഹിന്റ് ഇവിടെ വന്ന് പോയിന്റ് ഉള്ളതുകൊണ്ട് പറയാൻ മാത്രം ആഗ്രഹിക്കുന്നു. എന്താ പറയുക, 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഈ 4 വർണ്ണങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. നമ്മളതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഇപ്പൊ പറഞ്ഞ ഗീത എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫോം നമുക്ക് എടുക്കാം. ടാറ്റ എന്ന് ഓർത്താൽ മതി. TATA. എന്താണ് ടാറ്റ എന്ന് പറഞ്ഞാൽ? T ഫോർ ടീച്ചിങ്സ്. ബ്രാഹ്മണന്മാരുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ടീച്ചിങ്സ് ആണ്. A എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ഷത്രിയരുടെ കർത്തവ്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഗിവ് പ്രൊട്ടക്ഷൻ. അതൊരു പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് T എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആണ്. ബിസിനസ്, വ്യവസായം, ട്രേഡിംഗ്. പിന്നീടുള്ള A എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ്, അവരെ എല്ലാവരെയും സഹായിക്കുക. അതാണ് ശൂദ്രന്മാരുടെ കർത്തവ്യം. സോ TATA എന്ന് ഓർത്തു കഴിഞ്ഞാൽ ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, അഡ്മിനിസ്ട്രേഷൻ, ട്രേഡിംഗ്, പിന്നെ അസിസ്റ്റൻസ്. സോ ഇതാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരുടെ കർത്തവ്യം. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ടു പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം ഓൾ ഡിഫിക്കൽട്ടീസ്. എല്ലാ കഷ്ടതകളിൽ നിന്നും തൻ്റെ പ്രജകളെ എന്ന് പറയുമെങ്കിലും തൻ്റെ എന്താ പറയുക, ആശ്രയത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്. അപ്ലൈ വയലൻസ് ഫോർ ലോ ആൻഡ് ഓർഡർ. അർജുനൻ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അവിടെ ഒരു അധർമ്മം വന്നതുകൊണ്ടാണ്. നിയമങ്ങൾ നടപ്പാക്കാത്ത ഒരവസ്ഥ നിൽക്കുന്നത് കൊണ്ടാണ് അർജുനൻ അവിടെ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥ വന്നത്. അതൊരു ക്ഷത്രിയന്റെ കടമയാണ്. കോൺക്വർ ഇനിമിക്കൽ കിങ്സ്. ശത്രുത കൽപ്പിക്കുന്ന ഒരു രാജാവുണ്ടെങ്കിൽ ആ രാജാവിനെ വധിക്കുക എന്നുള്ളതും ഒരു ക്ഷത്രിയന്റെ കടമയാണ്. റൂൾ ദ വേർഡ് അക്കോർഡിംഗ് ടു ദ റിലീജിയസ് പ്രിൻസിപ്പിൾസ്. ധാർമ്മികപരമായ നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളതും ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയന്റെ കടമയാണ്. ക്ഷത്രിയാസ് ആർ നെവർ മെന്റ് ഫോർ ഡയറക്ട്ലി അക്സെപ്റ്റിംഗ് ദ ഓർഡർ ഓഫ് സന്യാസ. ക്ഷത്രിയന്മാർക്ക് ഒരിക്കലും നേരെ സന്യാസ ആശ്രമത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അവർക്ക് ചില സ്റ്റെപ്പുകളുണ്ട്. നോൺ വയലൻസ് ഇൻ പൊളിറ്റിക്സ് മേ ബി ഡിപ്ലോമസി, ബട്ട് ഇറ്റ് ഈസ് നെവർ എ ഫാക്ടർ ഓഫ് ഓർ പ്രിൻസിപ്പിൾ. അതൊരു യാഥാർത്ഥ്യമല്ല. നോൺ വയലൻസ് എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയൻ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വയലൻസ് അല്ലെങ്കിൽ യുദ്ധം മുറ ആവശ്യപ്പെടും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സോ ട്രെയിനിങ് ഓഫ് എ ക്ഷത്രിയ, ഇതിനുള്ള വിവരണങ്ങൾ നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ 32ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോഴും 31ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കും.
സോ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആ സമയത്ത് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചെയ്യും. ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ചലഞ്ചിങ് ആൻഡ് കില്ലിംഗ് ബിക്കോസ് റിലീജിയസ് വയലൻസ് ഈസ് എ നെസസറി ഫാക്ടർ. റിലീജിയസ് വയലൻസ് എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രഡിക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക് തോന്നാം. അതായത് വിരോധാഭാസമാണ് റിലീജിയസ് വയലൻസ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെർമിനോളജി ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ കോൾഡ്, ഐ എം നോട്ട് ഗോയിങ് ടു പൊളിറ്റിക്സ്, പക്ഷേ ഞാൻ പറയുകയാണ്. സോ റിലീജിയസ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക. നമ്മളുടെ കൾച്ചറിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യണം എന്നുള്ളത്. അതാണ് ഭഗവാൻ ഇവിടെ എംഫസൈസ് ചെയ്തുകൊണ്ട് നൽകുന്ന ഒരു കാര്യം. അവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്ന് ശ്രീല പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ എന്താ പറയാ, രാജ്പൂത്ത് എന്ന് പറഞ്ഞ അവരെ വനത്തിലേക്ക് അയച്ച് ഒരു സിംഹത്തിനെയൊക്കെ കൊല്ലണം എന്നുള്ള ഒരു വാളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സിംഹത്തിനെയൊക്കെ കൊന്നിട്ട് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് രാജാവിന്റെ സ്ഥാനം നൽകിയിരുന്നുള്ളൂ അടുത്ത കാലത്ത് വരെ. ഐ മീൻ അറൌണ്ട് 50-60 years. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും സിംഹത്തിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അത് നിയമത്തിന് വിരുദ്ധമായിട്ട് വരും. സോ ഇപ്പോൾ അത് നടപ്പാക്കുന്നില്ല. പക്ഷെ അതാണ് ട്രെയിനിങ് അന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അർജുനന്റെ സംശയങ്ങളും കൺഫ്യൂഷൻസ് ഒക്കെയാണ്. അതായത് ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ അർജുനൻ വരുന്ന ഭാഗമാണ് നമുക്ക് 4, 5, 6 എന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർജുനൻ ചോദിക്കുന്നത് എന്താണ്? ഹൗ ക്യാൻ ഐ കൗണ്ടർ അറ്റാക്ക് the battle men like Bhishma and Drona who are worthy of my worship? ഞാൻ പൂജിക്കേണ്ട ഭീഷ്മദേവനെയും ദ്രോണാചാര്യനെയും, എൻ്റെ ഗുരുവായ ദ്രോണാചാര്യനെയും, അല്ലെങ്കിൽ അവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, അവരോട് ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യും? കാരണം ഞാൻ പൂജിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് അവര്. ഭീഷ്മദേവൻ എന്ന് പറഞ്ഞാൽ കൗരവ സഭയിൽ അല്ലെങ്കിൽ കൗരവരിൽ എല്ലാവരിലും ഭീഷ്മദേവന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അർജുനനെയാണ്. അർജുനനും തിരിച്ചും അത്രയും സ്നേഹവും ബഹുമാനവും നൽകിയിരുന്ന വ്യക്തിയാണ് ഭീഷ്മദേവൻ. സോ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഹൗ ഐ കനോട്ട് ഈവൻ തിങ്ക്, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ കൃഷ്ണ എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. കാരണം ദ്രോണാചാര്യര് ഈ ആയുധം അല്ലെങ്കിൽ ഈവൻ അമ്പും വില്ലും എടുത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച ഗുരുവിനെതിരെ യുദ്ധം ചെയ്യുക സാധാരണ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. അതാണ് അർജുനന്റെ ചോദ്യം. അദ്ദേഹത്തിന് ഒരു സംശയമാണ്. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഇതിനേക്കാൾ ഭേദം ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതല്ലേ? അത് അർജുനന്റെ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. സോ അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത്? 5ാമത്തെ ശ്ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിക്താൻ എന്ന് പറയുന്നുണ്ട്. സോ മഹാനുഭാവ, സോ ഒരു ഉയർന്ന ചിന്താഗതിക്കാരൻ, ഒരു മഹാനുഭാവനായ വ്യക്തി ചെയ്യുന്നത് ഇതല്ലേ, യുദ്ധം ചെയ്യാതെ? അതാണ് ഗുരൂൻ ഹത്വാനി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമബീഹലോകെ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിക്താൻ. സോ ഞാൻ ഭിക്ഷയെടുത്ത് ജീവിച്ചു കൊള്ളാം കൃഷ്ണ, അതല്ലേ ഒരു മഹാനുഭാവൻ അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിക്കാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്? Now completely അർജുനൻ കൺഫ്യൂഷനിലേക്ക് മാറിക്കഴിഞ്ഞു. ഐ ഡു നോട്ട് നോ വിച്ച് ഈസ് ബെറ്റർ. കൃഷ്ണ, ഇത് എന്താണ് ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉതകുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പറഞ്ഞു തന്നാലും. ഷുഡ് ഐ ഡ്യൂട്ടിഫുള്ളി ഫൈറ്റ് ആൻഡ് റിസ്ക് അൺനെസസറി വയലൻസ്? ഷുഡ് ഐ റിഫ്രെയിൻ ആൻഡ് ലിവ് ബൈ ബെഗിങ്? ദിസ് ഷോസ് ഹിസ് ഡിറ്റാച്ച്മെന്റ്. ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം അവിടെ അർജുനൻ കാണിക്കുകയാണ്. വൈരാഗ്യം, അല്ലെങ്കിൽ ഒന്നിനോടും യാതൊരു വിധമായ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഞാൻ ഏത് നിലയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ് അർജുനൻ? ഒരു രാജകീയ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കേണ്ട അർജുനൻ പറയുകയാണ്, അർജുന, ഞാൻ ഭിക്ഷയാചിച്ച് ജീവിച്ചു കൊള്ളാം, അതോ എന്റെ കർത്തവ്യം എന്ന നിലയിൽ ഞാൻ യുദ്ധം ചെയ്യണോ?
ഏതാണ് എനിക്ക് ബെറ്റർ? ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ അർജുനന് കൺഫ്യൂഷൻ നിറഞ്ഞ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അർജുനന് മനസ്സിലായി, കൃഷ്ണ, ഇനി എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഭഗവാനിൽ പൂർണ്ണമായിട്ടും അർജുനൻ ശരണം പ്രാപിക്കുന്നത്. കാർപ്പണ്യദോഷോ വഹത സ്വഭാവ പൃച്ഛാമിദ്ധാം സർധർമ്മ സമ്മൂഢചേതാ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. അല്ലയോ കൃഷ്ണ, ഞാൻ അങ്ങിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് എനിക്ക് നല്ലത്. സോ പ്ലീസ് ഗൈഡ് മീ പ്രോപ്പർലി. എന്നെ നേരായ വഴിക്ക് നയിച്ചാലും കൃഷ്ണ എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. 8ാമത്തെ ശ്ലോകത്തില് അത് കാർപ്പണ്യദോഷോ ബഹത സ്വഭാവ. സോ എനിവേ നമ്മൾ ജസ്റ്റ് ഗോ ടു ദ 8 and 9 ശ്ലോകം. അതിനെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. നഹി പ്രപശ്യാമി മമാനുപദ്യ ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാം അവപത്നമൃത്തം രാജ്യം സുരാണാം അഭിചാധിപത്യം. ഐ ക്യാൻ ഫൈൻഡ് നോ മീൻസ് ടു ഡ്രൈവ് എവേ ദിസ് ഗ്രീഫ്. അതായത് ഇത്രയും വിഷമമായ അവസ്ഥയാണ് കൃഷ്ണ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എനിക്കത് മാറ്റാൻ സാധിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ദയവായിട്ട് എല്ലാവരും മ്യൂട്ടിലിരിക്കാമോ? ഹരേ കൃഷ്ണ. ചില വ്യക്തികളുടെ കണക്ഷൻ അൺമ്യൂട്ടായിട്ട് പോകുമ്പോൾ മറ്റെല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഹരേ കൃഷ്ണ. സോ അപ്പൊ ഇതിനെ ശമിപ്പിക്കാൻ ഒരു ഉപായവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കൃഷ്ണ. അർജുനൻ അതിനുശേഷം ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാനെ പരന്തപ എന്ന് പറഞ്ഞാൽ, പരന്തപ എന്ന് പറഞ്ഞാൽ തൻ്റെ ശത്രുക്കളെ എല്ലാവരെയും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് പരന്തപ. സോ കൃഷ്ണ, അർജുനൻ എന്നിട്ട് സഞ്ജയൻ പറയുകയാണ്, അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. യു ടെൽ മീ വിച്ച് ഇസ് ബെറ്റർ ടു മീ. അർജുന, സോ ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ ന യോത്സ്യ ഇതി ഗോവിന്ദം മുക്ത്വാ തൂഷ്ണീം ബഹൂവ. സഞ്ജയൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായ അർജുനൻ വീണ്ടും, ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. സോ എന്താണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കൃപണ എന്ന വാക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. കൃപണ, ബ്രാഹ്മണ എന്ന 2 വാക്കുകൾ. കൃപണ, ബ്രാഹ്മണ എന്ന് പറയുന്നത് ഇത് രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. കാർപ്പണ്യദോഷോ എന്ന് അർജുനൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട് 7ാമത്തെ ശ്ലോകത്തിൽ. കാർപ്പണ്യദോഷോ. കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാല് കൃപണൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൃപണൻ എന്ന് പറയുന്ന ആ നൗൺ ഫോമിൽ നിന്നാണ് കാർപ്പണ്യ എന്ന് പറയുന്ന വേർബ് ഉണ്ടാകുന്നത്. അപ്പൊ കൃപണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസർലി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പിശുക്കൻ എന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രാഹ്മണൻ. സോ മാൻ ഇൻ മെറ്റീരിയൽ പെർപ്ലെക്സിറ്റി, അതായത് എന്താണ് കംപ്ലീറ്റ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ്. വൺ ഹു ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. വൺ വെയ്സ് ഹ്യൂമൻ ബോഡി ഇൻ മെറ്റീരിയൽ ബോഡി കൺസെപ്ഷൻ ലൈക്ക് ആനിമൽസ്. അതാണ് കൃപണ എന്ന വാക്കിനർത്ഥം. ഒരു പിശുക്കൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? തൻ്റെ കയ്യിൽ പൈസ, ധനം ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന വ്യക്തിയാണ് പിശുക്കൻ എന്ന് നമുക്കറിയാൻ സാധിക്കും. എന്നാൽ അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ അർജുനന് ചില ഡ്യൂട്ടി ഉണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എന്നിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് അർജുനൻ നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ താൻ കാർപ്പണ്യമായ അവസ്ഥയിലാണ് എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൃഹത് ആരണ്യക ഉപനിഷത്ത് പറയുന്നതാണ് കൃപണ എന്ന് പറഞ്ഞാൽ മൈസർ എന്നാണ്. ബ്രോഡ് മൈൻഡഡ് ആണ് ബ്രാഹ്മണൻ. സോ ഇന്റലിജന്റ് ആൻഡ് യൂട്ടിലൈസസ് ദ ഹ്യൂമൻ ബോഡി ടു സോൾവ് റിയൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. ഇവിടെ എന്താ പറയുന്നത്? വൺ ഹു ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. യഥാർത്ഥ
ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ഒരുവനെയാണ് കൃപണൻ എന്ന് വിളിക്കാൻ ബൃഹത് ആരണ്യക ഉപനിഷത്ത് നമ്മൾ പറയുന്നു. എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ പ്രോബ്ലം? ഇന്നലെ നമ്മൾ കണ്ടു, ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന യഥാർത്ഥ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാൻ നമ്മൾ ശ്രമിക്കാത്തതാണ്. സോ വൺ വേസ് ഹ്യൂമൻ ബോഡി ഇൻ മെറ്റീരിയൽ ബോഡി കൺസെപ്ഷൻ ലൈക്ക് ആനിമൽസ്. മറ്റു മൃഗങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് ഇതെനിക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ജീവിതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് അടുത്ത കാർപ്പണ്യദോഷം. ഇത് രണ്ടുമാണ് ഇപ്പോൾ അർജുനനെ ബാധിച്ചിരിക്കുന്നത്. അർജുനന് മറ്റൊരു ബാധ കൂടെ ഉണ്ട്. എന്താണ്? സ്കിൻ ഡിസീസ്, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ടു റിലേറ്റീവ്സ്. ഈ രണ്ട് ആസ്പെക്റ്റ് ആണ് അർജുൻ ഉണ്ടായത്. എന്താണ് സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത്? ഞാനും എൻ്റെ ബന്ധുക്കളും എന്ന തോന്നലാണ്. സോ അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം, പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ്. അത്രയും സമയം അത്രയ്ക്കില്ല, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഇപ്പൊ ഇവിടെ രണ്ട് വാക്ക് കൃപണൻ എന്ന വാക്ക് നമുക്ക് അവിടെ മനസ്സിലായി എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ അർജുനൻ ഇപ്പോൾ സ്വീകരിച്ച ആ ഒരു ഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അർജുനൻ അവിടെ ഭഗവാനെ തൻ്റെ സുഹൃത്ത് എന്ന നിലയിലുള്ള ആ സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ സൗഹൃദപരമായ ആ ഒരു മാനസിക ചിന്താഗതിയെ കംപ്ലീറ്റ് മാറ്റിയിട്ട് അർജുനൻ ഭഗവാനെ തൻ്റെ ഗുരുവായി സ്വീകരിക്കുകയാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അതാണ് ഒരു ഭഗവത്ഗീത പഠിക്കാൻ ഉള്ള വ്യക്തിയുടെ യഥാർത്ഥ ഭാവം. ആ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവത്ഗീതയെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇൻ ദ സെൻസ് ഒരു ഗുരുവിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവത്ഗീത പഠിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്ന അർജുന വേഴ്സസ് മണ്ടൈൻ സ്കോളർ. ഒരു സാധാരണ വ്യക്തി ഒരിക്കലും ഒരാളുടെ കീഴിൽ ചെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ ഈ ഒരു ഭാവമില്ലാതെ നമുക്ക് ആധ്യാത്മികപരമായ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കത്തുമില്ല. എന്നാൽ ഇവിടെ പറയുന്നത് സെറ്റിംഗ് ദ മൂഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ നോളജ് ഓഫ് ഭഗവത്ഗീത. സോ നമുക്കത് ആദ്യം നമ്മളിരിക്കുന്നവരെല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ആധ്യാത്മികപരമായ ചിന്താഗതിയും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആഭിമുഖ്യവും ഉള്ളത് കൊണ്ടാണ് ഈ സെഷനിൽ വന്ന് ജോയിൻ ചെയ്തത് എന്ന് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കിത് പറയുമ്പോൾ മനസ്സിലാകും എന്താണ് ആ ഒരു കറക്റ്റ് മൂഡ്. സോ ഇൻകറക്റ്റ് മൂഡ് എന്ന് പറഞ്ഞാൽ there is no need to submit to Krishna but to unmourn within Krishna. ഞാൻ കൃഷ്ണനെ ഭഗവാനിൽ ശരണം പ്രാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഭഗവത്ഗീത പഠിച്ച് ഭഗവാനെ ചെന്ന് ലയിച്ച് ചേർന്നുകൊള്ളാം. Therefore he is called the greatest fool with respect to the understanding of ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഡ്ഢികളാണ് എന്നുള്ളതാണ്. കാരണം അർജുനന്റെ ആ ഭാവം, അർജുനൻ എന്ത് ചെയ്തിട്ടാണോ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിച്ചത് അത് പ്രവർത്തിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇന്നലെ നമ്മൾ കണ്ടു, അർജുനൻ ആ ഭഗവാനെ പരംപുരുഷോത്തമനായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. സോ നമുക്ക് എങ്ങനെ ഇതിനെ ഇനിയും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും? ഭഗവാനിൽ നിന്ന് നമ്മൾ കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ദുഃഖങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ രണ്ട് പിക്ചറിൽ അല്ലെങ്കിൽ ഇവിടെ ഭഗവാൻ കൃഷ്ണനുമായി കൂടിയിരുന്നിട്ട് ഗോപന്മാരെല്ലാവരും എത്രയോ സന്തോഷത്തിൽ ആനന്ദപ്രദമായ രീതിയിൽ കളിച്ച് ചിരിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും അവര് ഒരു പക്ഷേ ചിരിച്ച് ആനന്ദിക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് തമ്മിൽ വലിയ ഒരു അന്തരം ഉണ്ട്. ആ അന്തരം എന്താണ് എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മളെ ഭഗവത്ഗീത സഹായിക്കും. ഈ പറയുന്ന സന്തോഷം, ഈ കാണുന്ന സോക്കോൾഡ് സന്തോഷം നമ്മളെ ഇവിടെ ബന്ധനസ്ഥനാക്കുമ്പോൾ ഈ കാണുന്ന സന്തോഷം നമ്മളെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഇതെല്ലാം നമുക്ക് പറയുന്ന പലതരത്തിലുള്ള ഡിഫറെൻ്റ് രീതിയിലുള്ള എൻജോയ്മെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ ഇതെല്ലാം
ഭൗതികപരമായ അട്രാക്ഷൻ നമുക്കുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഭൗതികപരമായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കിത് ആനന്ദം നൽകുന്നു തോന്നും. പക്ഷെ ഇതെല്ലാം നമ്മളെ പിടിച്ചു കെട്ടുന്നതോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾക്ക് സുഖങ്ങളും മറ്റ് ബന്ധനങ്ങളെല്ലാം കൊണ്ടുവരുന്ന വസ്തുക്കളാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും നമ്മളെ ഒരിക്കലും നമുക്ക് സഹായിക്കത്തില്ല. നൗ ലെസൺ 2, GI എന്ന ഐയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡന്റിറ്റിയാണ്. ആദ്യത്തെ G എന്താണ് നമ്മൾ പറഞ്ഞത്? ആർക്ക് പറയാം? എന്താണ് G നമ്മൾ പറഞ്ഞത്? ഗുരു. വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്. എന്താണ് നമ്മളുടെ യഥാർത്ഥ ഐഡന്റിറ്റി? സോ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഹൂ ആർ യു എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി അവർ ആൻസർ? എന്തായിരിക്കും നമ്മുടെ ചോദ്യം? നമ്മുടെ ആൻസർ എന്തായിരിക്കും? വളരെ രസകരമായ ഒരു ആൻസർ നമുക്ക് നോക്കാം. എന്താണ്? ഇതാണോ നമ്മൾ എന്ന് യഥാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കണം. സോ ഒരു ഹെൻറി മോൻസൺ, പ്രൊഫസർ ഓഫ് അനാറ്റമി, അദ്ദേഹം ഒരു കോളേജ് ഓഫ് മെഡിസിൻസിലുള്ളതാണ്. ഇലിനിയസ് കോളേജ് ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്ന ആ ഒരു കോളേജിലെ പ്രൊഫസറായ അദ്ദേഹം പറയുകയാണ്, ഒരു സാധാരണ മനുഷ്യൻ, ഇതൊരു 60 പൗണ്ട് വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5 പൗണ്ട് കാൽഷ്യം ഉണ്ട്, 1.5 പൗണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട്, 9 ഔൺസ് പൊട്ടാഷ്യം ഉണ്ട്. ഹരേ കൃഷ്ണ, ആരോ ഒരാളുടെ വൈറ്റ് ബോർഡ് ഒക്കെ വർക്കാവുന്നു, പ്ലീസ് അത് ചെയ്യരുത്. ആരാണത് ചെയ്യുന്നത്? പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. 1.5 പൗണ്ട് ഫോസ്ഫേറ്റ്, about 9 ounces of potassium, 6 ounces each of sulfur and sodium, 1 ounce of magnesium, and less than an ounce of each of iron, copper and iodine. ഇതാണോ യഥാർത്ഥ നമ്മൾ? രസകരമായ മറ്റൊരു കാര്യം കൂടെ കണക്കാക്കുക. സോ ഡോക്ടർ മെൻസൺ പറയുന്നു, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, വാട്ടർ കണ്ടന്റ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരമായി. പക്ഷെ ഇതാണോ നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ അതല്ല എങ്കിൽ, ഈ കാണുന്ന കെമിക്കൽസ് അല്ല നമ്മൾ എങ്കിൽ, അല്ലെങ്കിൽ ഈ ശരീരം ആണ് നമ്മൾ തോന്നുന്നു എങ്കിൽ, യഥാർത്ഥമായ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ഇതൊരു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടി ക്വീൻ ആണ്. മിസ് വേൾഡ് ഒക്കെ ആയിരുന്ന ഒരു സ്ത്രീയാണ്. ഇവര് പിന്നീട് ക്യാൻസർ വന്ന് മരണത്തിനടിമപ്പെട്ടു. ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന അതേ കെമിക്കൽസ് അവരുടെ ഈ ശരീരത്തിലും ഉണ്ട്. മരിച്ചു കിടക്കുന്ന ഈ ഒരു ശരീരത്തിൽ അത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ കെമിക്കൽ കണ്ടൻസ് ഇതിലുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നോ ഫീലിംഗ്, നോ ഡിസയേഴ്സ്, ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളില്ല, ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, അവർക്കൊന്നും അനങ്ങാൻ സാധിക്കുന്നില്ല, അവർക്കൊരു ചേതനയില്ല, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ല അവര്. പക്ഷെ സെയിം ബോഡിയാണ് അവര്. അതേ കെമിക്കൽ കണ്ടൻസ് അതേ ആ ബോഡിയിൽ ചെക്ക് ചെയ്താൽ കാണും. അതിന് മുമ്പ് പറഞ്ഞ കാൽഷ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും അതെല്ലാം, ഐഡിനും അയണും എല്ലാം ആ ശരീരത്തിലുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് വാട്ട് ഈസ് നോട്ട് ദെയർ? ദ സോൾ ഈസ് ഗോൺ. അവരുടെ ഉള്ളിലെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ആ സ്ത്രീയുടെ ശരീരം അതേ കെമിക്കൽ കണ്ടന്റ്, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അവരെ എത്രയും വലിയ സൗന്ദര്യവതിയായ സ്ത്രീയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഈ ലോകം പറയുന്നു, ഷീ ഹാസ് ഗോൺ, അല്ലെങ്കിൽ ദ സോൾ ഹാസ് ഗോൺ. ഇതേ രീതിയിലാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക വസ്തുവുണ്ട്. ആ വസ്തു അവരുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ജീവച്ഛവമായി മാറുകയാണ് ചെയ്യുന്നത്.
പക്ഷെ ആ സോൾ അല്ലെങ്കിൽ ആ ആത്മാവിന് യഥാർത്ഥത്തിൽ മരണമോ ജനനമോ ഇല്ല. ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു ശ്ലോകം കാണാൻ സാധിക്കും. ന ജായത്തെ മ്രിയത്തെ വാ കദാചിൻ നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അദ്ദേഹം ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, വരുന്നുമില്ല, പോകുന്നുമില്ല. ഭഗവത്ഗീത 2:20. ഇതാണ് യഥാർത്ഥമായ നമ്മുടെ ഐഡന്റിറ്റി. എന്താണ് ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ബോഡി എന്ന് പറയുന്നത് എന്താണ്, ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബോഡി എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് മാറ്റർ, ഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ശരീരം. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് അത് ആധ്യാത്മികമാണ്, ഭഗവാന്റെ അംശമാണ്. There is no consciousness for matter. ഭൗതികപരമായ വസ്തുക്കൾക്ക് ഒന്നിനും യാതൊരു വിധമായ ചേതനയുമില്ല. എന്നാൽ ആത്മാവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ്. ശരീരത്തിന് ചേഞ്ചസുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ ആത്മാവിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ശരീരം ടെമ്പററി ആണ്. അത് 100 വർഷമോ 150 വർഷമോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഒരു ദിവസം അത് മരിച്ചിരിക്കും. പക്ഷെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ശരീരം മരിക്കുന്നു, ആത്മാവ് എല്ലായ്പ്പോഴും ജീവിച്ചിരിക്കുന്നു. സോ ഇതില് യഥാർത്ഥമായ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഈ നശിച്ചു പോകുന്നതും ഭൗതിക വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചേതനയുമില്ലാത്ത, എപ്പോഴും വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, താൽക്കാലികമായ മരണം സംഭവിക്കുന്ന ഈ ശരീരമാണോ നമ്മൾ? അതോ ഭഗവാന്റെ അംശമായ പൂർണ്ണ ചേതനയോടിരിക്കുന്ന, ഒരു വ്യതിയാനവും സംഭവിക്കാത്ത, ശാശ്വതമായിട്ട് എല്ലായ്പ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണോ നമ്മൾ? ഈ ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ധന്യമായി. അതത്ര ഈസി ആയിട്ട് ഒരുപക്ഷെ തിയറിറ്റിക്കലി നമ്മൾ പറയുമായിരിക്കും, യെസ് ഞാൻ ആത്മാവാണ്. പക്ഷെ ജീവിതത്തിൽ അതിനെ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണ അർജുനോട് പറയുന്നു, ഈ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്: യു ആർ നോട്ട് ദ ബോഡി, യു ആർ എ സ്പിരിറ്റ് സോൾ. നമ്മൾ ഈ കാണുന്ന ശരീരമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്ന തത്വമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഭഗവാൻ 11-ാമത്തെ ശ്ലോകത്തിൽ കൂടെ ഞാൻ പറഞ്ഞു, ഭഗവത്ഗീത ആരംഭിക്കുകയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാ വാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസുംശ്ച നാനുശോചതി പണ്ഡിതാഹ. നമുക്ക് പലതരത്തിലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർത്ഥശാസ്ത്രമുണ്ട്, ധർമ്മശാസ്ത്രമുണ്ട്, ജ്ഞാനശാസ്ത്രമുണ്ട്. അതിനുശേഷം മറ്റൊരു കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ധർമ്മശാസ്ത്രം അർത്ഥശാസ്ത്രത്തിനേക്കാൾ മുകളിലാണ്. അതിനു മുകളിലാണ് ജ്ഞാനശാസ്ത്രം. ആ ഒരു രീതിയിൽ നോക്കിയാൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നീ കരയുന്നത്, അല്ലെങ്കിൽ നീ വിഷമിക്കുന്നത് എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ജ്ഞാന സാഖ്യ ഫിലോസഫി അല്ലെങ്കിൽ സാഖ്യ ജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ്. സാഖ്യ എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ സ്റ്റഡി എന്നാണ് അതിനർത്ഥം. സോ അനലൈസ് ചെയ്യുകയാണ് ശരീരവും ആത്മാവും തമ്മിലുള്ളത്. അതാണ് നമുക്ക് ഭഗവത്ഗീത കാണാൻ സാധിക്കും. നത്വേവാഹം ജാതുനാശം നത്വം നേമേ ജനാധപ ന ചൈവ ന ഭവിഷ്യാമഹ സർവേ വയം അധപരം. അത് 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതാണ്. നമുക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ് എഴുതിക്കുന്നുണ്ടാണ്, നമുക്കതിനെ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്.
12ാമത്തെ ശ്ലോകം. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാകുന്നുമില്ല. അതാണ് നമ്മളുടെ യഥാർത്ഥ ഐഡന്റിറ്റി. നമ്മൾ ആത്മാവ് എന്ന നിലയിൽ ഒരിക്കലും ആത്മാവ് മരിക്കുന്നില്ല. സോ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ആത്മാവ് വന്നു കഴിഞ്ഞാൽ, ഒരു ശരീരം നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഐഡന്റിറ്റി നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ചേഞ്ചസ് 13ാമത്തെ ശ്ലോകത്തിൽ ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും, വാർദ്ധക്യത്തിൽ നിന്ന് ശരീരം മാറുകയും ചെയ്യുകയാണ് ഈ ആത്മാവ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ഒരു ചേഞ്ച് കൊണ്ട് യഥാർത്ഥത്തിൽ കൗമാരത്തിലുള്ള ഒരു വ്യക്തി യൗവന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരിക്കലും ദുഃഖിക്കാറില്ല. ഓക്കെ, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാകും, ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിലും നമുക്ക് അത്രയ്ക്ക് ദുഃഖം ഉണ്ടാവില്ല. യെസ്, വയസ്സാകും, അത് യാഥാർത്ഥ്യമാണ്, വി അക്സെപ്റ്റ് ഇറ്റ്. അതേപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് പോകുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത്? അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ധീരൻ എന്ന് വിളിക്കാൻ സാധിക്കും. ധീരസ്തത്ര ന മുഹ്യതി. അവന് അതിൽ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. കാരണം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേഞ്ചസിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ അതിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. ബിക്കോസ് വി ഹാവ് ടു കവർ അപ്പ് ഓൾ ദീസ് ശ്ലോകാസ്. നമുക്കിനിയും 14ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. അവിടെയാണ് നമുക്ക് 14ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമ പായിനോ അനിത്യാസ്താം സ്ഥിതീക്ഷസ്വ ഭാരത. ഒരു മനുഷ്യന്, കാരണം ഇങ്ങനെയുള്ള ചേഞ്ചസ്, മുമ്പ് പറഞ്ഞ ആ ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്, അതിനുവേണ്ടി ഒരു ട്രെയിനിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകത്തിന്റെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും നമ്മൾ ക്ഷണിക്കാതെ തന്നെ വരുന്നുവോ, അതിനെ നമുക്ക് അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമാണ് മുമ്പ് പറഞ്ഞ ചേഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ നരോത്തമ, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായി മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അതാണ് ആ പറഞ്ഞ ഇതിന്റെ അർത്ഥം. കാരണം സുഖവും ദുഃഖത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തനാവണം. മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ഒരു ശ്ലോകം, ന ജായത്തെ മ്രിയത്തെ വാ കഥാചിന്നായം ഭൂത്വ ഭവിതാവാൻ ഭൂയഃ അജോ നിത്യഃ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. 21ാമത്തെ ശ്ലോകത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഒരു ആത്മാവിന് ഒരിക്കലും മരണമില്ലാത്തവനാണ് ആത്മാവ്. വേദാ വിനാശനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഒരിക്കലും ആത്മാവ് മരിക്കുന്നില്ല. മറിച്ച് ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് എന്താണ്? ഒരു കീറിയ ഡ്രസ്സ്, ഇന്നത്തെ കാലത്ത് ഇത് ഫാഷനാണ് കേട്ടോ. ഞാനൊരു റോങ് പിക്ചർ ആയിട്ടിരിക്കുന്നത്, കാരണം ഇതൊരു ഫാഷനാണ് ഇന്നത്തെ കാലത്ത്. ഇന്ന് ഈ ഒരു ഡ്രസ്സ് മേടിച്ചാൽ, പുതിയ ഡ്രസ്സാണെങ്കിലും മേടിച്ചിട്ട് ആൾക്കാർ കീറിയിട്ടെടുത്തിടും. ഷർട്ടില്ല, കൂടുതലും പാൻറ്റൊക്കെയാണ്, പാൻറ്റും സ്കേർട്സും ഒക്കെയാണ് ആൾക്കാർ കീറിയിടുന്നത്. സോ വാസാംസി ജീർണാനി യഥാവിഹായ. എങ്ങനെയാണോ ഒരു പഴയ ഡ്രസ്സ് നമ്മൾ മാറി പുതിയത് ഉപയോഗിക്കുന്നത്, നമ്മളതിലൊരിക്കലും ദുഃഖിക്കാറില്ല. അതുപോലെയാണ് നമ്മൾ ആത്മാവ്, ഈ ശരീരം പഴയതാകുമ്പോൾ ഈ ശരീരത്തെ വെടിഞ്ഞ് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് തോന്നും, ചില ആൾക്കാർക്ക് ചില സംശയങ്ങൾ തോന്നും. എങ്ങനെയാണ് ഈ ശരീരം മാറുന്നു, അല്ലെങ്കിൽ പുനർജന്മം എന്ന് പറയുന്നതിലൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഏതാണ്ട് 2000-ൽ പരം
കേസസ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറയുന്ന പ്രൊഫസർ ഓഫ് സൈക്യാട്രിക്, യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിൽ അദ്ദേഹം നടത്തിയ ഏതാണ്ട് 2000-ൽ പരം ഇൻവെസ്റ്റിഗേഷൻസിൽ അദ്ദേഹം കണ്ടെടുത്ത കാര്യമാണ് ഈ പുനർജന്മത്തിനുള്ള പ്രൂഫ്സ്. ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. നോക്കുക, ഇത്രയും ധാരാളം ബുക്കുകൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ലൈഫ് ബിഫോർ ലൈഫ്, ഐ ഹാവ് ലിവ്ഡ് ബിഫോർ, മെനി മാസ്റ്റേഴ്സ്, വേർ റീഇൻകാർണേഷൻ ആൻഡ് ബയോളജി ഇന്റർസെക്ട്, ജേർണി ഓഫ് സോൾസ്. ഇതെല്ലാം നമുക്ക് നമ്മളുടെ പുനർജന്മത്തെ കുറിച്ചിട്ട് ഇംഗ്ലീഷുകാർ നടത്തിയ പഠനത്തിൽ നിന്ന് ഇറക്കിയ ബുക്കുകളാണ്. ബോൺ എഗെയിൻ. നമ്മളില് ഒരുപക്ഷെ പലരും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഫോബിയ. ഫോബിയ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ഭയമാണ്. അതായത് ഒരു ഫോബിയ ഞാൻ പറയാം. ചില ആൾക്കാർക്ക് ഹൈറ്റിൽ കയറുമ്പോൾ ഭയമുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ ഭയമുണ്ട്, ദറ്റ് ഇസ് നാച്ചുറൽ. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരാൾക്ക് പക്ഷേ മുകളിലോട്ട് കയറാനേ പറ്റത്തില്ല. കയറുമ്പോഴത്തേക്ക് ഒരല്പം ഡീപ്പ് കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു 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 പരിഭ്രാന്തത ഉണ്ടാവുകയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര അലറുകയും കൂവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഭയം അല്ലെങ്കിൽ മുകളിലേക്ക് കയറുമ്പോൾ ഒരു പീക്ക് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും. അത് നാച്ചുറലായിട്ട് ഭയം വേറെയാണ്. പക്ഷേ ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം ആകും. അതുപോലെ ചില ആൾക്കാരുണ്ട് ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് കയറില്ല, അവർക്ക് ഫോബിയയാണ്. ചില ആൾക്കാർ വെള്ളം കണ്ടാൽ അതിഭയങ്കരമായിട്ട് ഭയക്കും. ഇതൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ദ മോഡ് ഓഫ് ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഹൂസ് ലൈഫ് ഈസ് ബീങ് റിമെമ്പേർഡ്. ആ വ്യക്തി കഴിഞ്ഞ ജന്മം മരിക്കാൻ ഇടയായ കാര്യം ഈ ജന്മം കാണുമ്പോൾ അത് ഫോബിയയായിട്ട് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാള് വെള്ളത്തിൽ വീണാണ് കഴിഞ്ഞ ജന്മം മരിച്ചതെന്ന് വിചാരിക്കാം. ഈ ജന്മം അദ്ദേഹത്തിന് വെള്ളത്തിനടുത്ത് പോകാൻ സാധിക്കത്തില്ല. എല്ലാവരുമല്ല, ഇറ്റ് ഹാപ്പൻസ് ടു മെനി. വെള്ളത്തിൻ്റെ അടുത്ത് പോകുമ്പോഴേക്ക് അദ്ദേഹം ഭയങ്കര വെപ്രാളവും വിഭ്രാന്തിയും ഭ്രാന്ത് പോലെയൊക്കെ കാണിക്കും. അതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ദാറ്റ് കംസ് ഫ്രം ദ പാസ്റ്റ് ലൈഫ്. ആക്ച്വലി അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്നതാണെന്ന് തെളിയിച്ചതാണ്, സയന്റിഫിക്കലി തെളിയിച്ചതാണ് ഡോക്ടർ ഇവാൻ സ്റ്റീവൻസൺ മുമ്പ് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രീവിയസ് ലൈഫ് എൻഡഡ് ഇൻ ഡ്രൗണിങ്, there would be a phobia of water. അത് ഡോക്ടർ ഇവാൻ സ്റ്റീവൻസൺ എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞ 2000-ൽ പരം റിസർച്ചുകൾ നടത്തി അദ്ദേഹം തെളിയിച്ച ഒരു കാര്യമാണ്. കത്തിക്കുത്തേറ്റ് മരിച്ച ഒരാളാണെങ്കിൽ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്ത് വസ്തുക്കൾ കണ്ടാലും അദ്ദേഹത്തിന് ഭയമായിരിക്കും. ഈ 2 കുട്ടികൾ ഇരട്ടക്കുട്ടികളാണ്. ഒരേ അമ്മയുടെ ഒരേ അണ്ടത്തിന്റെ 2 ഭാഗമായിട്ട് മാറിയ 2 കുട്ടികളാണ് ഇവർ. പക്ഷെ ഇവരിൽ എന്തുകൊണ്ടാണ് 2 വിധത്തിലുള്ള ഭാവങ്ങളും 2 വിധത്തിലുള്ള റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകുന്നത്? That's a proof. അതൊരു പ്രൂഫാണ്. ഇതൊരു റീഇൻകാർണേഷൻ ആണ്. ഇത് രണ്ട് ആത്മാക്കളാണ് എന്ന് കാണിക്കുന്നത്. ഇതുപോലെ അനേകം നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു ജീവാത്മാവ് ശരീരം മാറുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണോ കാറ്റ് ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഒരു മണത്തിനെ, സുഗന്ധത്തിനെ കൊണ്ടുപോകുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആത്മാവ് മാറുന്നു എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇത് ഒരേ വ്യക്തികളാണെങ്കിലും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ഒരേ ശരീരത്തിൽ തന്നെ ആത്മാവ് മാറുന്നുണ്ട്, അതുപോലെ ആത്മാവ് ശരീരവും മാറുന്നുണ്ട് എന്നതാണ്. മുമ്പ് പറഞ്ഞ ആ ഫോട്ടോയിൽ കാണിച്ച ആ സ്ത്രീയാണ് ഇവിടെ ഞാൻ പറഞ്ഞു, പിന്നീട് പറയാമെന്ന് പറഞ്ഞതാണ്.
ആ സ്ത്രീയുടെ പേര് ഇവാൻ സ്റ്റീൻസൺ എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ ഒരു സ്റ്റഡിയാണ്. ശുക്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭാരതീയയാണ്. ഇത് ആക്ച്വലി ഈവൻ മഹാത്മാഗാന്ധി പോലും ഈ സ്ത്രീയെ പോയി നേരിട്ട് പോയി കണ്ടു എന്നാണ് ഒരു ബുക്കിൽ ഞാൻ വായിക്കാനിടയായത്. ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് 7 വയസ്സുള്ള സമയത്ത് അവരുടെ വീട്ടില് പറഞ്ഞു, ഒരു പയ്യനായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. ജനിച്ചപ്പോ ഇതാ ഇവിടെ പറയുന്നു, ശുക്ല വാസ് എ ലിറ്റിൽ ബോൺ, ഓക്കെ, സോറി, ശുക്ല എന്ന് പറയുന്ന സ്ത്രീ, ദാൻ മോർ ദാൻ 5 Shri Sen Gupta and 5 other members of his family journeyed with her to Bhatpara. When they arrived at Bhatpara എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അവർ ഇറങ്ങിയപ്പോൾ she took the lead. അത് ശുക്ല took the lead. ആ സ്ത്രീ അവിടെ ആ സ്ഥലത്തിലേക്ക് അവിടെ നിന്ന് പിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. She brought them straight to the house of Shri Amritlal Chakravarti, allegedly her father-in-law in her past life. അത് ഈ സ്ത്രീയുടെ കഴിഞ്ഞ ജന്മത്തിലെ അമ്മായിയച്ഛനായിരുന്ന അമൃത്ലാൽ ചക്രവർത്തി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഈ സ്ത്രീ 5 വയസ്സുള്ള പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതെൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ വീടാണ്, ഇതെൻ്റെ അമ്മായിയമ്മയാണ്, ഇതെൻ്റെ സഹോദരനായത് ഭർത്താവിൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ കുട്ടി, എൻ്റെ മകളാണ്. ഇൻഡിക്കേറ്റഡ് ശ്രീ ഹരിധന ചക്രവർത്തി ആസ് ഹെർ ഹസ്ബൻഡ്. ഈ ഹരിധന ചക്രവർത്തി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. ദ നിക് നെയിംസ് ആസ് വെൽ ആസ് റിയൽ നെയിംസ് ഓഫ് ഹെർ ബ്രദർ ഇൻ ലോസ്. ആ സ്ത്രീ അവരുടെ പഴയ, അതായത് കഴിഞ്ഞ ജന്മത്തിലെ അമ്മായിയച്ഛൻ്റെയും അളിയൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരൻ്റെയും ഒക്കെ വീട്ടിൽ വിളിക്കുന്ന പേരുൾപ്പെടെ ആ സ്ത്രീ അവിടെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവസാനം ഇത് ഒരു വലിയൊരു കൊലപാതകത്തെ തെളിയിക്കുകയാണ് ഈ സംഭവം ചെയ്തതെന്നാണ് വായിക്കാനിടയായത്. കാരണം ഇവൻ മഹാത്മാഗാന്ധി പോലും ഈ സ്ത്രീയെ പോയി കണ്ടിരുന്നു. ആ സമയത്ത് വലിയൊരു ചർച്ചാ വിഷയമായതാണ്. 1935 40 എനിക്ക് തോന്നുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപാണ് ഭാരതത്തിന്റെ. അപ്പൊ ഈ ഒരു സംഭവം കാണിക്കുന്നത് കഴിഞ്ഞ ജന്മം ആ സ്ത്രീയെ ആരോ അപായപ്പെടുത്തുകയാണ് ചെയ്തത്, കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. സോ അത് പിന്നീട് അതൊരു കേസ് തെളിയിക്കാനുള്ള കാരണമാവുകയും ഒക്കെ ഉണ്ടായി. വലിയൊരു സംഭവമായിരുന്നു ഭാരതത്തിൽ. അപ്പൊ ഇത് വളരെ 100% പ്രൂഫ് കാണിക്കുകയാണ് ഇതൊരു റീ ഇൻകാർണേഷൻ ആണ് എന്നുള്ളത്. എന്ത് സംഭവിക്കുന്നു ഈ ശരീരത്തിന് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 23 മുതൽ 25-ാമത്തെ ശ്ലോകം വരെ നോക്കുകയാണെങ്കിൽ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛോദ്യായ ഓയം ആദാഹ്യോഹം അയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. അതിനകത്ത് ഓരോ ക്വാളിറ്റീസ് ആത്മാവിൻ്റെ പറയുന്നുണ്ട്. അതിനെ വെട്ടിമുറിക്കാൻ സാധിക്കത്തില്ല, അതിനെ കത്തിക്കാൻ സാധിക്കത്തില്ല, അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ സാധിക്കത്തില്ല, അതിനെ കാറ്റില് അതിനെ വരട്ടാൻ പറ്റത്തില്ല, അത് അൺബ്രേക്കബിൾ, കനോട്ട് ബി ബേൺഡ്, ഇൻസോൾവബിൾ, അതായത് അതിനൊരിക്കലും ഡ്രൈ ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ആത്മാവിൻ്റെ നമുക്ക് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി ലെസൺ 3 നമ്മുടെ ഇന്നത്തെ എന്താണോ നമ്മുടെ 1-ാമത്തെ 2-ാമത്തെ ലെസൺ ഇന്നത്തെ. ഐ റിക്വസ്റ്റ് നമ്മളിപ്പം സ്ഥിരമായിട്ട് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരല്ലാതെ ഈ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒരാളോ 2 പേരോ ഈ ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. ആരെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ എന്താണ് നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ 2 ലെസൺസ്? ഹരേ കൃഷ്ണ. പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഞാൻ പേര് വിളിച്ച് ചോദിക്കണോ അതോ ആരെങ്കിലും ഒരാൾ സ്വയം ഒന്ന് പറയുമോ? എന്താണ് GI? 2 വാക്കുകൾ നമ്മൾ പഠിച്ച 2 ലെസൺസ്. G Guru, I identity. ഐഡന്റിറ്റി. വെരി ഗുഡ് കൃഷ്ണകുമാരി മാതാജി, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ബിഗ് ഹാൻഡ്സ് ഓഫ് ടു യു. ഹരേ കൃഷ്ണ, ഹാൻഡ്സ് ഓഫ് ടു യു. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ, G എന്ന് പറയുന്നത് ഗുരുവും I എന്ന് പറയുന്നത് ഐഡന്റിറ്റിയുമാണ്. വളരെ സന്തോഷം അത് പറഞ്ഞതിൽ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3-ാമത്തെ വിഷയം എന്താണ്? GIT ആണ് അല്ലേ? എന്താണ് T സ്റ്റാൻഡ്സ് ഫോർ? 2 ഡ്യൂട്ടീസ് ആണ്. നമുക്ക് 2 തരത്തിലുള്ള കർത്തവ്യങ്ങൾ നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണത്? സ്പിരിച്വൽ സ്വധർമ്മ, അല്ലെങ്കിൽ അതിനെ സനാതന ധർമ്മ എന്ന് പറയും. പിന്നെ രണ്ടാമത് മെറ്റീരിയൽ സ്വധർമ്മ എന്ന് പറയും. ഇതിനെ രണ്ടിനെയും നമുക്ക് ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി, കണ്ടീഷണൽ ഡ്യൂട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയും കണ്ടീഷണൽ ഡ്യൂട്ടിയെ കുറിച്ചുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ. ഈ ഭഗവത്ഗീതയിലെ ബാക്കി അധ്യായങ്ങളിലെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് അതാണ്. സോ എന്താണ് ധർമ്മ എന്ന് പറയുന്നത്? ദാറ്റ് വിച്ച് കനോട്ട് ബി ഗിവൺ അപ്പ്, ഓർ ദാറ്റ് വിച്ച് ഈസ് കോൺസ്റ്റന്റ് കമ്പാനിയൻ, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് എന്തുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് പറയുന്നത് വെള്ളത്തിൻ്റെ ആ വാട്ടറി സ്വഭാവം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കത്തില്ല. അതായത് പറയില്ലേ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴോട്ടേ ഒഴുകുകയുള്ളൂ അല്ലെ? എപ്പോഴും താഴോട്ടേ വെള്ളം ഒഴുകുകയുള്ളൂ. എന്തുകൊണ്ടാണ്? അതിൻ്റെ ലിക്വിഡിറ്റി കൊണ്ടാണ്. ആ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് അത് താഴേക്ക് ഒഴുകുന്നു. ആ താഴേക്ക് ഒഴുകുക എന്ന് പറയുന്നത് വെള്ളത്തിന്റെ സ്വഭാവമാണ്. താഴേക്ക് ഒഴുകാത്തതിനെ അല്ലെങ്കിൽ ഒന്നിനെ നമുക്ക് വെള്ളം എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കത്തില്ല, അല്ലെങ്കിൽ വാട്ടറി ആയിട്ടുള്ളതായിരിക്കും ഇത്. ഉപ്പില് കാണുന്ന ഉപ്പുരസം, അതതിനെ മാറ്റാൻ സാധിക്കത്തില്ല. ഉപ്പുരസം ഇല്ലാതെ ഉപ്പ് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ചൂടും പ്രകാശവും പരത്താത്ത എന്തിനെങ്കിലും നമുക്ക് അഗ്നി എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അഗ്നിയുടെ ധർമ്മമാണ് ചൂടും പ്രകാശവും പരത്തുക. ഉപ്പിന്റെ ധർമ്മമാണ് ഉപ്പ് രസം നൽകുക. വെള്ളത്തിന്റെ സ്വഭാവമാണ് അതിന്റെ ലിക്വിഡിറ്റി കാണിക്കുക. ഇതുപോലെയാണ് നമ്മളുടെ ജന്മത്തിനും ഒരു ധർമ്മമുണ്ട്. അതാണ് സർവീസ്. സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടു സംവൺ എന്ന് എഴുതാൻ കാരണം നമ്മളുടെ കർത്തവ്യം എപ്പോഴും നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ പട്ടിക്കുട്ടിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഒരു വലിയൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആകാം. പട്ടിയെ പിടിച്ചുകൊണ്ട്, പട്ടിക്ക് അപ്പിയിടാനായിട്ട് മൂത്രം ഒഴിക്കാനും എടുത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന. കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലെ പട്ടി ഓരോ രീതിയിൽ ട്യൂണിൽ കരയുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ്. അത് മൂത്രം ഒഴിക്കാനാണോ, അപ്പിയിടാനാണോ, വിശന്നിട്ടാണോ? ആ വ്യക്തി അപ്പോൾ ആ പട്ടിയെ സേവിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ബോസ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ പട്ടിയാണ് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ. പട്ടി മൂത്രമൊഴിക്കാൻ നിന്നാൽ അവിടെ ഇദ്ദേഹം നിൽക്കണം, പട്ടി അപ്പിയിടാൻ നിന്നാൽ ഇവിടെ അദ്ദേഹത്തിന് നിൽക്കണം. സോ ഹീസ് എ സെർവൻറ്റ് ടു ദ ഡോഗ്. ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവമാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരെ സേവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. സോ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അവിടെ നമുക്ക് ദ ധർമ്മ ഓഫ് സോൾ ഈസ് ടു ലവ് ആൻഡ് സെർവ് ഗോഡ്. നമ്മൾ ഐ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആർക്ക് പറയാം? ഐ എന്ന സ്ഥാനത്ത് നമ്മൾ എന്താ പഠിച്ചത്? മുമ്പ് പറഞ്ഞു, മാതാജി പറഞ്ഞിരുന്നു. ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? അജി മാതാജി പറയരുത്. നോ, ഐ വാണ്ട് സം ന്യൂ ഡിവോട്ടി ടു സേ. ആരെങ്കിലും, എനിക്ക് പുതിയതായിട്ട് വരുന്ന ഡിവോട്ടീസ് ആരെങ്കിലും പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞില്ല എങ്കിൽ അജി മാതാജിക്ക് ചാൻസ് തരാം. സോ എനിക്ക് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വന്ന് പറഞ്ഞാട്ട്. ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചത്? ഐഡന്റിറ്റി ആണെന്ന് പഠിച്ചു. ഐഡന്റിറ്റി എന്താണെന്നാ പഠിച്ചത്? എന്താണ് ഐഡന്റിറ്റി? നമ്മുടെ
ജീവിതം ഹരേ കൃഷ്ണ. യെസ്, അനിരുദ്ധ് ഗിരീഷ് പ്രഭു പറഞ്ഞിട്ടെ. അനിരുദ്ധ്. ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതിനെ അനിരുദ്ധ് ഗിരീഷ്. ഓക്കെ. അനിരുദ്ധിന്റെ വൈഫ് അല്ലെങ്കിൽ അമ്മ. അനിരുദ്ധിന്റെ മോന്റെ പേരാണോ? അനിരുദ്ധ അത് പേരക്കുട്ടിയാ. ഉറക്കെ അനിലകുമാരി. പറഞ്ഞാട്ടെ, കേൾക്കാൻ വയ്യ. അനിലകുമാരി പേരക്കുട്ടിയാണ് അനിരുദ്ധ്. പേരക്കുട്ടിയുടെ പേരാണ്. ശരി, ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞാട്ടെ. എന്താണ് ഐ കൊണ്ട് പഠിച്ചത്? എന്താണ് ഐ എന്ന് പറഞ്ഞാൽ? എന്താ പഠിച്ചത്? ഐഡന്റിറ്റി. ഐഡന്റിറ്റി. എന്താണ് നമ്മുടെ ഐഡന്റിറ്റി? ഭഗവാനെ സേവിക്കുക എന്നുള്ളതിന് എന്താ? ജീവിതത്തിന്റെ ധർമ്മം ഒന്ന് എന്താണ്? ഒന്ന് ഒന്ന് മൈക്രോഫോൺ ഒന്ന് അടുത്ത് വെച്ച് പറയാമോ? കേൾക്കാൻ സാധിക്കുന്നില്ല. മൊബൈൽ ഒന്ന് അടുത്ത് വെച്ച് പറയാമോ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ള അതാണോ? അല്ല, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? നമ്മൾ പറഞ്ഞു പല കാര്യങ്ങൾ പറഞ്ഞു, ശരീരം, ആത്മാവ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാണെന്ന യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? ആത്മാവാണ് എന്നുള്ളത് മനസ്സിലായി. വെരി ഗുഡ്, സൂപ്പർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമ്മയുടെ പേരെന്താണ്? അനിരുദ്ധ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അമ്മയുടെ പേരെന്താണ്? അനിതകുമാരി. അനിതകുമാരി മാതാജി പറയുന്നു നമ്മള് ആത്മാവാണ് എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം അമ്മ പറഞ്ഞതില്. സോ നമ്മൾ ആത്മാവാണ് എന്ന തത്വം നമ്മൾ ഐ എന്നതിൽ മനസ്സിലാക്കിയത് കൊണ്ട് ഇനി നമ്മുടെ ടി എന്ന് പറയുന്ന 2 കർത്തവ്യങ്ങൾ ഉള്ളതില് ഇവിടെ പ്രാധാന്യം ഉണ്ടാവുന്നു. കാരണം ധർമ്മം, 2 ധർമ്മമാണ് നമുക്കുള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയും കണ്ടീഷണൽ ഡ്യൂട്ടിയും. ഈ 2 ഡ്യൂട്ടിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ധർമ്മ ഓഫ് സോൾ ഈസ് ടു ലവ് ആൻഡ് സെർവ് ഗോഡ്. ആത്മാവിന്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മുമ്പ് കണ്ടു, നമുക്ക് സേവനം എന്ന മനോഭാവം നമ്മളിൽ ഇൻബിൽറ്റ് ആണ്, നമ്മുടെ കൂടെ അതുണ്ട്, അത് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. സോ അങ്ങനെ മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കതിനെ നമ്മളുടെ കർത്തവ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ഒരാത്മാവ് എന്ന നിലയിൽ നമുക്കത് സേവന മനോഭാവം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിതിനെ നമ്മളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക. കാരണം നമ്മൾ ആരാണെന്ന് കണ്ടു, നമ്മൾ കണ്ടത് നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആത്മാവിന്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാനെ സ്നേഹിക്കുകയും സേവിക്കുകയുമാണ്. സോ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിനെയും മറ്റുള്ളവരെ എല്ലാവരെയും സേവിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. സോ ഇവിടെ ഭഗവാനെ ചെയ്യുമ്പോൾ അതിനെ സനാതന ധർമ്മമായിട്ട് നമുക്കത് മാറുന്നു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കും, ഇതൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ ഇത് നമുക്ക് നേരത്തെ അറിയത്തില്ല എന്നോ, ഞാൻ അത് ഓർത്തില്ലല്ലോ. അതിന് കാരണം എന്തുകൊണ്ട്? നമുക്ക് ഈ ഒരു ജന്മം തന്നെ നമുക്കറിയാം, ഒരു അംനീഷ്യ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെയോ ഇവൻ സ്വന്തം റിലേറ്റീവ്സിനെയോ വരെ മറന്നു പോകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ ഭഗവാനെ നമ്മൾ മറന്നുപോയതാണ് നമ്മളതിനുള്ള പ്രധാനപ്പെട്ട കാരണം. സോ ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ സേവന മനോഭാവത്തിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേവന മനോഭാവം അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ദാസനായിട്ട് നമ്മൾ ഇരുന്നേ നമുക്ക് പറ്റത്തുള്ളൂ. സോ 31-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യഥാശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സോ അവിടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ കർത്തവ്യത്തിനെ കുറിച്ചിട്ട് ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഐ വോണ്ട് ടു ഷോ യു സംതിങ് എൽസ്. ഇവിടെ നമുക്ക് ചില ചോദ്യങ്ങൾ, അർജുനൻ മുൻപോട്ട് വെച്ച ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അതിന് ചില ആൻസേഴ്സ് ഭഗവാൻ ഈ 2-ാമത്തെ അധ്യായത്തിൽ കൊടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഞാനൊന്ന് കാണിക്കട്ടെ. സോ നമുക്ക് കാണാൻ സാധിക്കും അർജുനന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് അർജുനൻ ചെയ്ത പല കാര്യങ്ങൾ
ഒന്നാമത്തെ അധ്യായത്തിൽ 28 മുതൽ 30 ശ്ലോകം വരെ കൊടുത്ത കമ്പാഷൻ അല്ലെങ്കിൽ ദയ, അദ്ദേഹത്തിന്റെ സ്വന്തം ബന്ധുക്കളോടും ബന്ധുമിത്രാദികളോട് തോന്നിയ ആ ദയയെക്കുറിച്ച് പറയുമ്പോൾ, രണ്ടാമത്തെ അധ്യായത്തിൽ 11 മുതൽ 30 വരെ ശരീരവും ആത്മാവും ഇത് രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഭഗവാൻ ഉത്തരം പറയുകയാണ്. അപ്പം ഒരു ശരീരം മരിക്കുന്നതുകൊണ്ട് നിനക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല, ആത്മാവിനെ നീ ഒന്നും ചെയ്യുന്നില്ല. സോ എൻജോയ്മെന്റിനെ കുറിച്ച് ഇവൻ ഞാൻ ജയിച്ചത് കൊണ്ടും എനിക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ 31 മുതൽ 37 ശ്ലോകങ്ങളിൽ പറയുന്നത്, നീ ഇവിടെയാണെങ്കിലോ അല്ലെങ്കിൽ ഇവൻ സ്വർഗത്തിൽ പോയാലോ നിനക്കിത് നേരിട്ടേ പറ്റത്തുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞ് അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ ഫിയർ ഓഫ് സിൻഫുൾ റിയാക്ഷൻ, അതായത് ഞാൻ ഈ പാപം ചെയ്യുന്നത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടപ്പോൾ 36-38 ശ്ലോകങ്ങളിൽ ഇത് ചോദിച്ചപ്പോൾ ഇവിടെ പറയുന്നു, ഫെയിലിംഗ് ഇൻ ക്ഷത്രിയ ആൻഡ് സ്പിരിച്വൽ ഡ്യൂട്ടി ഈസ് സിൻ. ഇതാണ് യഥാർത്ഥ നിന്റെ പാപം, നിന്റെ ക്ഷത്രിയമായ കർത്തവ്യം. ഫെയിലിംഗ് ഇൻ ക്ഷത്രിയ ആൻഡ് സ്പിരിച്വൽ ഡ്യൂട്ടി, നമ്മൾ പറഞ്ഞിപ്പോൾ കണ്ട ആ സ്വധർമ്മം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് പാപത്തിന് കാരണമാകുന്നത് എന്ന്, ക്ഷത്രിയ എന്ന നിലയ്ക്ക് നിനക്കതാണ് കൂടുതൽ പാപം എന്ന് ഇവിടെ പറയുന്നു. ഇതല്ല, അതായത് ഈ ഇവരെ കൊല്ലുന്നത് കൊണ്ടല്ല നീ പാപിയായി മാറുന്നത്, നിന്റെ കർത്തവ്യം നീ ചെയ്തില്ലെങ്കിൽ അതിന് നീ പാപിയാകുന്നു. സോ ഡിസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ട്രഡീഷൻസ്, ഈ പരമ്പരാ സിസ്റ്റത്തെ നശിപ്പിക്കുന്നു പറയുന്നതിന് ഭഗവാനുടെ രണ്ടാമത്തെ അധ്യായത്തിൽ 45 മുതൽ 46, 45, 46 പറയുന്നു, ഭഗവാനോട് ചേർന്ന് നിൽക്കുകയാണ്, വേദിക് റിച്വൽസിനോടല്ല ചെയ്യേണ്ടത്. സോ ഇൻ ഡിസിഷൻ 2:6 പറഞ്ഞത്, സറണ്ടർ ടു ഗുരു ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. ഗുരുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് കർത്തവ്യം ചെയ്യുകയാണ് നീ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനുള്ള ആൻസേഴ്സ് അർജുനന് കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഹരേ കൃഷ്ണ. സോ 37 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ് നോക്കുന്നത്? തതോ വാ പ്രാപ്നുവസി സ്വർഗം ജിത്വാ വാ ഭോഷ്യസേ മഹിം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക എന്ന് അർജുനനോട് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് നിന്റെ കർത്തവ്യമാണ്, അതാണ് നിന്റെ യഥാർത്ഥമായ സ്വധർമ്മം എന്ന് നീ മനസ്സിലാക്കണം എന്നുള്ളത് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ 39 ശ്ലോകത്തിൽ ഭഗവാന്റെ ബുദ്ധിയോഗത്തിനെ കുറിച്ചുള്ള ഒരു ഹിന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. നിനക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകുന്നില്ല, നീ ചെയ്യുന്ന യോഗ തന്നെയാണ് എന്നുള്ളത് 40 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നേഹാഭിക്രമനാസോസ്തി എന്ന് പറയുന്നിട്ട് ആ ശ്ലോകത്തിൽ അർജുനോട് ഭഗവാൻ പറയുന്ന, ലാഭമോ നഷ്ടമോ ഒരു ഉദ്യമത്തിലില്ല, ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷ നൽകുന്നു. അതായത് സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതാ ഭയാത് എന്ന് പറയുന്നത്, നിനക്ക് ഭയത്തിൽ നിന്നും മോഹത്തിൽ നിന്നും എല്ലാം നിനക്ക് മോക്ഷം ലഭിക്കാൻ സാധിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അടുത്തിൽ പറയുന്നത് 41 ശ്ലോകത്തിൽ പറയുന്നത് നിന്റെ ബുദ്ധിപൂർവമായ പ്രവൃത്തിയാണ്. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരുനന്ദനഃ. വൺ ഫോക്കസ്, നീ ഒരു ശ്രദ്ധയോടുകൂടി ഒറ്റ കേന്ദ്രത്തിൽ നീ ശ്രദ്ധിച്ചുകൊണ്ട്, ഏകേഹ കുരുനന്ദനഃ, ഈ വഴിക്ക് പോകുമ്പോൾ നിശ്ചയദാർഢ്യമുള്ളവരാണ്, ലക്ഷ്യവും ഒന്ന് മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. പലതരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവിടെ ഇവിടെയും നീ ഡീവിയേറ്റ് ചെയ്യാതെ ഒരു ഫോക്കസോടുകൂടി നീ യുദ്ധം ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കർത്തവ്യത്തിലെ റിസൾട്ട് നമ്മൾ നോക്കരുത്. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാതി സങ്കോസ്തു അധർമ്മണിഹി. അപ്പം ഭഗവാൻ പറയുന്നത്, നീ ഫലത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാതെ. എങ്ങനെയാണ് ഹനുമാൻ തന്റെ കർത്തവ്യം ചെയ്തത്? ഹനുമാൻ ഒരു തരത്തിലും അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സെർവ് ദ ലോർഡ്, ഭഗവാനെ സേവിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ഹനുമാൻ ഉണ്ടായത്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കടക്കുമ്പോഴും അതുപോലെ തന്നെ അവിടെ ചെന്ന് ലങ്കാ ദഹനം ചെയ്യുമ്പോഴും യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഭഗവാനെ സേവിക്കണം എന്ന
ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കർമ്മണ്യ ഏവ ആധികാരസ്ഥ. നിനക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. ഡു യുവർ ഡ്യൂട്ടി. മാ ഫലേഷു കഥാചന, ഐ വിൽ ഗീവ് യു ദ റിസൾട്ട്. ഞാനാണ് നിനക്ക് അതിന്റെ ഫലം നൽകുന്നത്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാ കർമ്മഫല ഹേതുർഭൂർ. അതായത് അങ്ങനെ പ്രവർത്തിക്കുകയാണ് എൻ്റെ ആവശ്യം. നീ അതിൻ്റെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നീ ഒരിക്കലും ചിന്തിക്കരുത്. മാതേ സങ്കോസ്ത്വ അകർമ്മണിഹി. അങ്ങനെ ചെയ്യുന്ന ഒരുവന് ഇതിൽ നിന്ന് കംപ്ലീറ്റ് അറ്റാച്ച്മെന്റ് ആവും. ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. നിഷ്കാമ കർമ്മയോഗത്തിനെ കുറിച്ചിട്ട് 47-49 ശ്ലോകങ്ങളിൽ പറയുന്നു. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, റിയൽ യോഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കർത്തവ്യങ്ങൾ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ലാതെ ഒരു ന്യൂട്രൽ ഭാവത്തിൽ പ്രവർത്തിക്കുകയാണ് നമ്മളുടെ കർത്തവ്യം. അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അത് അകർമ്മമായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള അധാർമികമായ കാര്യങ്ങളും ത്യജിക്കാനായിട്ട് ഭഗവാൻ 49 ശ്ലോകത്തിൽ പറയുന്നത്. ദൂരേണ ഹ്യവരം കർമ്മ ഹി അവരം കർമ്മ. അതായത് ഒരു തരത്തിലും അബോമിനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. കർമ്മം, വികർമ്മം, അകർമ്മം മുതലായവയെ കുറിച്ച് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് ആ സമയത്ത് നമുക്ക് പോകാം. സോ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലമാണ് യോഗം. സോ അതാണ് യഥാർത്ഥമായ യോഗം. അടുത്തതിൽ നമുക്ക് ഒരു തരത്തിലുള്ള ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്ന് നമുക്ക് യാതൊരു വിധമായ ദുഃഖവും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മുടെ 53-ാമത്തെ ശ്ലോകത്തിൽ ബുദ്ധി സമാധ അചല ബുദ്ധീസ് എന്നാണ് ഭഗവാനോട് പറയുന്നത്. എന്താണ്? ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനായി തീരും. ഒരു സ്ഥിരമായ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ അടുത്ത ലാസ്റ്റത്തെ ഗീത എന്ന് പറയുന്ന എന്ന് പറയുന്നതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഭാഗം. സോ വാട്ട് ഈസ് ദാറ്റ്? അതുകൂടെ നമുക്ക് ഇന്ന് നോക്കാൻ സാധിക്കും. സോ എ മീൻസ് ആത്മാ രാം. നമ്മൾ ആദ്യം ഈ അധ്യായത്തിന്റെ സമ്മറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി 54 മുതൽ 72 വരെ ശ്ലോകങ്ങളിൽ സ്ഥിതപ്രജ്ഞനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് നൽകുന്നത്. സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ. ഹീസ് ആത്മാ റാം. സോ G stands for Gita, I for identity, T for do karmas, A for Atma Ram. ഇതാണ് ഗീത എന്നതിന് നമുക്ക് ഇന്ന് പഠിക്കുന്ന 4 പാഠങ്ങൾ. സോ ആത്മാരാം എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനാകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ നമുക്കിതിൽ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആത്മാരാം എന്നുള്ളതിന് ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്. സോ 54-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ 4 ഉത്തരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലിയർ ആവും. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. സോ 4 ചോദ്യങ്ങളാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥനായ വ്യക്തിയുടെ ലക്ഷണം എന്തെല്ലാം? അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്? സംസാരം, ഇരിപ്പ്, നടപ്പ് എങ്ങനെയായിരിക്കും? ഇതിന്റെ ആൻസർ ആണ് 55-ാമത്തെ ശ്ലോകം, 55-ാമത്തെ ശ്ലോകം, 56, 57 ശ്ലോകം, 58 മുതൽ 63 വരെ ശ്ലോകം, 64 മുതൽ 71 വരെ ശ്ലോകങ്ങൾ. സോ ലെറ്റ്സ് ഗോ വൺ ബൈ വൺ. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു 55-ാമത്തെ ശ്ലോകത്തിൽ കൂടെ പറയുന്നു അദ്ദേഹം ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്. കാ ഭാഷ. വാട്ട് ആർ ഹിസ് ജനറൽ സിംറ്റംസ് എന്നുള്ളതാണ് അർത്ഥം. എന്തൊക്കെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ
ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്ഥ തോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പനങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. സോ എന്താണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും? ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത്, he gives up all material desires of sense gratification born of mental concoction, thus purified in the mind one finds satisfaction in oneself. അതായത് യാതൊരു വിധമായ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് തൻ്റെ ഇന്ദ്രിയ തൃപ്തിയെ മാനസികമായ ചിന്താധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരുവന് സ്വയം സംതൃപ്തനായി തീരാൻ സാധിക്കും എന്നുള്ളത് പറയുകയാണ് ചെയ്യുന്നത്. സോ വിൽ നോട്ട് ഗോസ് മച്ച് ഡീപ്പ് ഇൻ ടു ദാറ്റ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൗ ഡസ് ഹി സ്പീക്ക്? എന്താണ് ഹൗ ഡസ് ഹി സ്പീക്ക്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മീനിങ് ഹൗ ഡസ് ഹിസ് ഇന്റലിജൻസ് ആൻഡ് വേർഡ്സ് റെസ്പോണ്ട് ടു അഫെക്ഷൻ, ആങ്കർ ആൻഡ് ന്യൂട്രാലിറ്റി. സംസാരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നുവെങ്കിലും എങ്ങനെ സംസാരിക്കുന്നു, നല്ല ട്യൂണിലാണോ അല്ല നല്ല മധുരഭാഷയാണോ എന്നുള്ളതല്ല. മധുരഭാഷ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: അദ്ദേഹത്തിന്റെ ബുദ്ധിയും വാക്കുകളും എങ്ങനെ ഒരു സ്നേഹപരമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനുള്ള സ്നേഹത്തിനോടോ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേജിലോ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതിന് 56-ാമത്തെ ശ്ലോകത്തിലും 57-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ അതിന് ഉത്തരം പറയുന്നു. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തമായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. സോ എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന ക്വാളിറ്റീസ് നമുക്ക് വളരെ സ്പഷ്ടമാകുന്നുണ്ട്. എന്താണ്? ത്രിവിധ ക്ലേശങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തരായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞ എന്ന് പറയാം. സോ ദാറ്റ് ഇസ് ഹൗ ഹി യൂസസ് ഹിസ് ഇന്റലിജൻസ്. അദ്ദേഹം ബുദ്ധി അതേ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതായത് വളരെ സമചിത്തതയോടുകൂടി ഇടപെടുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഹിസ് റിയൽ ഐഡന്റിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ വാട്ട് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ? ഹൗ ഡസ് ഹി സിറ്റ്? അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ എനിക്ക് ചെറിയൊരു കംപ്ലൈന്റ് കിട്ടി, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആകുന്നു അവസാന ഭാഗങ്ങളിൽ നിന്ന്. പക്ഷേ വി ഹാവ് ടു ഫിനിഷ് ദിസ് വൺ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ പിന്നീട് ഇതിന് ശേഷം താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി വിൽ ഹാവ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഭഗവത്ഗീത. നമുക്കത് തുടരാം. സോ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്കൊന്ന് തീർക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ചോദ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഹി ഗിവ്സ് ആൻസർ ഇൻ 58 and 59. സോ ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. സോ ഒരു ആമയുടെ എക്സാമ്പിൾ നമ്മൾ ഫോട്ടോയൊക്കെ ഇവിടെ കണ്ടു, നമ്മളതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സോ ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ തന്റെ ആമയെ പിൻവലിക്കാൻ സാധിക്കുന്നു. സോ ഇപ്പോൾ അതായത് നമ്മുടെ ഗോവിന്ദാസ് റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് വരും. ആ സമയം നമുക്ക് പലതും കഴിക്കണമെന്ന് തോന്നുമെങ്കിൽ നമ്മൾ സ്വയം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹി വാക്ക്? എങ്ങനെ അദ്ദേഹം നടക്കുന്നു എന്ന് അർജുനൻ ഭഗവാനോട് ചോദിച്ചതിന് ഉത്തരം 64 മുതൽ 71-ാമത്തെ ശ്ലോകം വരെയാണ് അത് കൊടുക്കുന്നത്. എന്താണ് 64-ാമത്തെ ശ്ലോകത്തിൽ? രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന പ്രതിഷ്ഠ നേടുന്നു. പരമപുരുഷനായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യ ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതിനാൽ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ വൈൽ എൻഗേജിങ് സെൻസസ് he does with regulation and religious principles. സോ ഈവൻ ഇന്ദ്രിയ തൃപ്തി നടത്തുന്നത് പോലും അലൗഡ് ആയിട്ടുള്ളതുണ്ട്.
സോ നമ്മൾ നാളത്തെ ദിവസത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വികർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് സംസാരിക്കും. സോ അന്നേരം നമുക്ക് അതിനെ കൂടുതൽ നമുക്ക് വിശദമാക്കാം. വികർമ്മം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇന്ദ്രിയ തൃപ്തികൾ അനുവദനീയമാണ് എന്ന് പറയുന്ന എന്ന ഭാഗമാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് വിവരിക്കുന്നത്. സോ ഇത് 64, 65. സോ ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇത് അർജുനന് കൊടുക്കുന്ന റിസൾട്ട് ഓഫ് അച്ചീവിംഗ് ദ ലോർഡ്സ് മെർസി, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെൻസ് ആൻഡ് കോൺഷ്യസ്നസ്, ത്രീഫോൾഡ് മിസറീസ് എക്സിസ്റ്റ് നോ ലോങ്ങർ, ഇന്റലിജൻസ് ഈസ് സൂൺ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. നമ്മുടെ ബുദ്ധിയെല്ലാം സ്ഥിരമായിട്ട് സ്ഥിതപ്രജ്ഞനാകുന്നു, അല്ലെങ്കിൽ സ്ഥിര ബുദ്ധിയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നമ്മുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് ബാധിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. സോ 71ാമത്തെ ശ്ലോകം, 70ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഈസ് ഫുൾ ബിക്കോസ് ദ ലോർഡ് ഫുൾഫിൽസ് ഓൾ ഹിസ് മെറ്റീരിയൽ നെസസിറ്റീസ്, ദെയർഫോർ ഹി ഈസ് ഓൾവേസ് ഫുൾ ലൈക്ക് ദ ഓഷ്യൻ. സോ ഒരു കൃഷ്ണ ഭാവനാമൃതത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സംതൃപ്തീകരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പൂർണ്ണനായിട്ടിരിക്കുന്നു. പ്രൂഫ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് ഒരു വ്യക്തിയെ സംബന്ധിച്ച പ്രൂഫ് എന്ന് പറയുന്നത് ലോസ്റ്റ് ഓൾ ഇൻക്ലിനേഷൻസ് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓൾദോ ഡിസയേഴ്സ് ആർ പ്രസന്റ്. നമുക്ക് ഉള്ളിൽ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ഹി എൻജോയ്സ് ഫുൾ പീസ്. എങ്ങനെയാണ്? ഭുക്തി മുക്തി സിദ്ധി കാമി നെവർ അറ്റൈൻസ് പീസ്. അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ആഗ്രഹങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ശാന്തിയോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കും. അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. കൃഷ്ണ ഗ്ലോറിഫൈസ് ദ പൊസിഷൻ ഓഫ് സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്ന വ്യക്തിയെ ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ട്. 71ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ വിഹായ കാമാന്യ സർവാം പുമാം ശരധി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിം അധിഗച്ഛതി. അങ്ങനെയുള്ള ഒരുവന് എല്ലാ വൈഷയിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുവൻ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ പറയില്ലേ, ആശയുണ്ടെങ്കിലേ നിരാശയുള്ളൂ. സോ ആശയെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിരാശരാകാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് കുറെ 125ഓളം സ്ലൈഡ്സ് എനിക്കിതിലുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗോ ലിറ്റിൽ ഫാസ്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 9:05 ആയി സമയം, 9:04 ആയി സമയം. നമ്മൾക്ക് 9 മണിക്ക് തീർത്തണം എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആകുന്നത്. So still we could cover at least most of the important portions of a second chapter പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ നമുക്കിത് കവർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് മാറ്റാം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ we will end the session now. ഹരേ കൃഷ്ണ.